സ്റ്റെല്ലേറിയത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റൻ ആണിത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സമയം കളയുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് നിന്നും 2026 മാർച്ച് 15 രാവിലെ 6:45 സൂര്യോദയം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ദൃശ്യമാക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Observe the sunrise as seen from Thiruvananthapuram on March 15, 2026 at 4:45 AM using Stellarium software. ലൊക്കേഷൻ തിരുവനന്തപുരം നമ്മൾ ഓൾറെഡി കണ്ടു. അതേപോലെ ഡേറ്റ് ടൈം എത്രയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. 2026. അതേപോലെ ഇവിടെ നമുക്ക് മാർച്ച് ആണ്, സോ 3 എന്ന് കൊടുക്കുക. 15-ാം തീയതി രാവിലെ 6 മണിയാണ്. രാവിലെ 6 മണി 45 മിനിറ്റ് സെറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, അത് രണ്ടും സെറ്റ് ചെയ്ത ശേഷം സൂര്യനെ കണ്ടെത്തി കഴിഞ്ഞാൽ മൗസ് വീൽ ഉപയോഗിച്ച് സൂം ചെയ്ത് സൂര്യനെ വ്യക്തമായി ദൃശ്യമാക്കുക. ഇതേപോലെ സൂര്യനെ കാണുന്ന വിധത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. സൂര്യോദയം കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സൂര്യോദയം കാണുന്ന രീതിയിൽ, സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് നമ്മുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യത്തേ ഉള്ളൂ. Okay, set the specified location and date time in the software to observe the sunrise clearly by using the search and zoom tool. Okay, അതൊക്കെ നമുക്ക് ചെയ്യാം. Prepare a screenshot showing the sunrise. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെല്ലേറിയം ഓപ്പൺ ചെയ്യണം. സ്റ്റെല്ലേറിയം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് സ്റ്റെല്ലേറിയം STE എന്നടിക്കുമ്പോൾ തന്നെ സ്റ്റെല്ലേറിയം വരുന്നുണ്ട്. സ്റ്റെല്ലേറിയം എന്ത് ചെയ്യുക, ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റെല്ലേറിയം നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്റ്റെല്ലേറിയം ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് വേണം, നമുക്ക് വേണ്ട ലൊക്കേഷനിലേക്ക് പോകണം. നമുക്ക് കുറച്ചും കൂടി ഇത് സൗകര്യത്തിന് നമുക്ക് കൃത്യമായിട്ട് ഇത് ഈ ഒരു ടൂളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഈ ടൂൾ ബാറിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, കുഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അനങ്ങാതെ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സൗകര്യമാണ്. അതേപോലെ ഇവിടെ സ്റ്റാറ്റസ് ബാറിൻ്റെ താഴെ ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റസ് ബാറും ഇവിടെ അനങ്ങാതെ നിൽക്കും. നമുക്ക് കുറച്ച് സൗകര്യത്തിന് വേണ്ടി ചെയ്തു എന്ന് മാത്രം. ഇനി എന്ത് ചെയ്യുക, നമ്മളിവിടെ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകണം. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് ആദ്യം തന്നെ ലൊക്കേഷൻ വിൻഡോ ഉണ്ട്. നമുക്കൊരു ലൊക്കേഷൻ തന്നാൽ ആ ലൊക്കേഷനിലേക്ക് പോകാൻ ലൊക്കേഷൻ വിൻഡോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ലൊക്കേഷൻ വിൻഡോയിൽ ഈ ഒരു ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വിൻഡോ കിട്ടും. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വിൻഡോ. ആവശ്യമായുള്ള ലൊക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം, THIR എന്നടിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം വരുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം അല്ലെങ്കിൽ ഇതേപോലെ സ്ഥലം വന്നില്ലെങ്കിൽ ഒന്ന് റീസെറ്റ് ലൊക്കേഷൻ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വന്നോളൂ. ഞാനിവിടെ ആദ്യത്തെ 2-3-4 അക്ഷരം അടിക്കുമ്പോൾ തന്നെ വരും കേട്ടോ. തിരുവനന്തപുരം വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ സിറ്റീൻ്റെ പേര് കാണാം, കൺട്രി കാണാം, പ്ലാനറ്റ്, അതേപോലെ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എല്ലാം കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ജസ്റ്റ് തിരുവനന്തപുരം ചൂസ് ചെയ്യാനേ പറ്റുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ തിരുവനന്തപുരം ചൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ വിൻഡോ ഇനി വേണ്ട, ക്ലോസ്. അപ്പോൾ ഇവിടെ താഴെ സ്റ്റാറ്റസ് ബാറിൽ നമ്മൾ ചൂസ് ചെയ്ത ലൊക്കേഷൻ കാണാൻ പറ്റും കേട്ടോ. ക്ലിയർ? ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്, ഡേറ്റ് ടൈം നമുക്ക് സെറ്റ് ചെയ്യണം. 2026 3:15. ഡേറ്റ് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയായിട്ട് ഡേറ്റ് ടൈം വിൻഡോ ഉണ്ട്. ഡേറ്റ് ടൈം വിൻഡോ ഈ ഒരു ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡേറ്റ് ടൈം ഈ ഒരു ചെറിയൊരു വിൻഡോ കിട്ടും. ഇവിടെ എന്ത് ചെയ്യുക, 2026 തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ഈ ഒരു മന്ത് മാറ്റി കൊടുക്കണം. ഈ 1 എന്നത് മാറ്റിയിട്ട് 3 ആക്കി കൊടുക്കുക. 3 ആക്കി. ഡേറ്റ് എത്രയാണ് പറഞ്ഞത്, 15 അല്ലേ? ഇതിങ്ങനെ കുറച്ചിട്ട് 15ലേക്ക് എത്താം, അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് 15 എന്ന് ടൈപ്പ് ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യമാണ്. ഞാനിപ്പോൾ 15ലേക്ക് ആക്കി. അപ്പോൾ ഡേറ്റ് സെറ്റ് ചെയ്തു. ഇനി ടൈം സെറ്റ് ചെയ്യണം. ടൈം എത്രയാണ് പറഞ്ഞത്, രാവിലെ 6:45 ആണ്. ഇവിടെ നമുക്ക് 24 അവർ ക്ലോക്കാണ് കാണാൻ പറ്റുക. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ എന്ത് ചെയ്യണം, വൈകുന്നേരം ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റണം. അതായത് 1 മണി എന്ന് പറയുമ്പോൾ 13, അതേപോലെ 2 മണി എന്ന് പറയുമ്പോൾ 14, അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് രാവിലെ തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നേരെ ഇതിങ്ങനെ രാവിലെയുള്ള ഒരു 6 മണി സെറ്റ് ചെയ്യാം. ഞാനിവിടെ 6 മണി സെറ്റ് ചെയ്തു. അതേപോലെ നമ്മുടെ മിനിറ്റ് എന്താക്കണം, 45 ആക്കാനാണ് പറഞ്ഞത്. അതും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 45 ആക്കാം. ഒന്നിക്കെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിയിട്ട് 45ലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് നമ്മുടെ സൂര്യനെ കണ്ടുപിടിക്കണം. സൂര്യനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായുള്ള ഒബ്ജക്റ്റിന് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് ഇത് ഇവിടെ സെർച്ച് വിൻഡോയിലാണ്. സെർച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം. സെർച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് എന്ന ടാബിൽ വന്നാൽ ആവശ്യമായിട്ടുള്ളത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ സണ്ണാണ് വേണ്ടത്, അതുകൊണ്ട് SUN എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സജഷൻ വരുന്നുണ്ട് സൺ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, കൃത്യമായിട്ട് സൺ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ സണ്ണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൺ റേസ് ഇത് ഈ രീതി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഞാൻ ഏകദേശം ഒരു സൺ റേസ് നമുക്ക് കാണുന്ന വിധത്തിൽ ഈ ഒരു രീതിയിൽ ഞാൻ വെക്കുന്നു. ക്ലിയർ? ചോദ്യം നോക്കി. ചോദ്യത്തിൽ ഏകദേശം ഈ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. സൂര്യോദയം കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറയുന്നത്.
കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ കീ പ്രസ് ചെയ്യുക. കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ സെലക്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കാം. ഇവിടെ നമുക്ക് മുഴുവൻ സ്ക്രീന് വേണം. അതുകൊണ്ട് മുഴുവൻ സ്ക്രീന് കിട്ടാൻ വേണ്ടി സ്ക്രീൻ എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. സ്ക്രീന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ സ്ക്രീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ടൈം ഒന്ന് ശ്രദ്ധിക്കണം, കറക്റ്റ് അല്ലേ എന്ന് നോക്കണം കേട്ടോ. കറക്റ്റ് 6:45 NL എന്ന് ഉറപ്പ് വരുത്തുക, ഡേറ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആവശ്യമുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്ത് പോകണം. സ്റ്റെല്ലേറിൽ നിന്ന് പുറത്ത് എങ്ങനെയാണ് പോവുക? പുറത്ത് പോകാൻ വേണ്ടി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെല്ലേറിയം ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആ സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് മാറ്റണം. പറയുന്നുണ്ട് എക്സാംഡ് ആൻഡ് പ്രോഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _tvm.png എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നേരെ ഫയൽസിലേക്ക് വരാം. നേരെ ഫയൽസിൽ വരാം. ഫയൽസിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണാം. നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഒക്കെ പോയി നിൽക്കുന്നത് പിക്ചേഴ്സിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചേഴ്സിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ എടുക്കുന്ന എല്ലാ സ്ക്രീൻഷോട്ടും പോയി നിൽക്കുന്നത്. ഇതിനകത്തേക്ക് വരാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ അവസാനമായിട്ട് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മൾ ലാസ്റ്റ് എടുത്തുള്ള സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ അവസാനം എടുത്തുള്ള സ്ക്രീൻഷോട്ട്. ഇതിനെന്ത് ചെയ്യുക? ഇവിടെ വെക്കുവാണോ വേണ്ടേ? അല്ല, ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇടണം. അതിനുവേണ്ടി ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ടും ഉണ്ട് കോപ്പിയും ഉണ്ട്. രണ്ടിൻ്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? കട്ട് കൊടുത്താൽ ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. കോപ്പി കൊടുത്താൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഫോൾഡറിൽ മാത്രം മതി. അതുകൊണ്ട് കട്ട് കൊടുക്കുന്നു. ഓക്കെ, കട്ട് ചെയ്യുന്നു. കട്ട്. എന്നിട്ട് ഹോമിലേക്ക് വരിക. ഹോമിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് എക്സാംഡ് ആൻഡ് പ്രോഡക്ട്സ് എന്ന ഫോൾഡർ കാണാം. അതിലേക്ക് വരാം. ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്ര മാത്രം ചെയ്താൽ പോരാ, നമുക്ക് ഇതിൻ്റെ പേര് മാറ്റി കൊടുക്കണം. പേര് മാറ്റി കൊടുക്കാൻ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, റീനെയിം. എന്താ പേര് കൊടുക്കണ്ടേ? രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ചോദ്യത്തിൽ പറയുന്നുണ്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ ഇട്ട് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ _ എന്താണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ കൊടുക്കുക. ഇവിടെ TVM എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, TVM എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. ഞാനിവിടെ TVM എന്ന് കൊടുത്തു. ക്ലിയർ? .png എന്ന എക്സ്റ്റൻഷൻ അവിടെ തന്നെ നിന്നോട്ടെ, അത് മാറ്റണ്ട. ഇതേപോലെ കൊടുക്കുക. റീനെയിം എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. കൃത്യമായിട്ട് ആ സ്ക്രീൻഷോട്ട് അവിടെ സേവ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, സൂര്യോദയം കാണാം. ആ സൂര്യൻ ചൂസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സണ്ണ് എന്ന ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതേപോലെ തിരുവനന്തപുരമാണ് ലൊക്കേഷൻ എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഡേറ്റും ടൈമും ഒക്കെ തന്നെ കൃത്യമായിട്ട് കാണാം. ക്ലിയർ? ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 7 മാർക്ക് കിട്ടും.